ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അർമാദിക്കുന്ന ഒരു ചേച്ചിയെ കാണിച്ചു തരാം. ആരാന്നല്ലേ? ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഈ പുതിയ അവതാരമാണ് കേട്ടോ. പുതിയ അവതാരമാണെന്ന് പറയുമ്പോൾ ഒരു 2 മാസമേ ആയുള്ളൂ ഇദ്ദേഹം ഇങ്ങോട്ട് രംഗപ്രവേശം തുടങ്ങിയിട്ട്. ഈ 2 മാസം കൊണ്ട് തന്നെ 2500 സബ്സ്ക്രൈബിനെ സമ്പാദിച്ചു. നമ്മുടെ മലയാളവും തമിഴും കൂടെ ചേർന്നുള്ള ഭാഷയാണ് ഇദ്ദേഹം അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. അതെ, പിന്നെ അതായത് ഈ ചേച്ചിയുടെ ഒരു കുഴപ്പമുണ്ട്. സംഭവം എന്താണെന്നല്ലയോ? അതായത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാം തരം ഒരു ഐറ്റം ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഒരു താത്ത. ഈ താത്തയുമൊട്ട് അങ്ങോട്ട് കണക്ഷൻ, ഈ കണക്ഷൻ അങ്ങോട്ട് ഒപ്പിച്ച് വെച്ചുകൊണ്ട് ഇദ്ദേഹം മറ്റ് കാണുന്നവരെ എല്ലാം എടുത്തിട്ട് അങ്ങ് ചാമ്പുക. മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ മക്കളെ കുറിച്ച് പറയുക. ഇദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞാൽ ചേച്ചിക്ക് അങ്ങോട്ട് പൊള്ളും. ആരാണെന്നല്ലേ? കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം ആ സംഭവമകുലമായ സാധനത്തെ നമുക്കൊന്ന് കാണണ്ടേ? നമുക്ക് കാണാം. അപ്പോ നമ്മുടെ ചേച്ചി തകർക്കുകയാണ് കേട്ടോ. ഓ കഷ്ടം ഭഗവാനെ. ഓ അപ്പോ ഏതോ ഒരു യൂട്യൂബർ, അതായത് 90,000-ഓളം സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർ, അവരുടെ എന്തോ നിവർത്തികേട് കൊണ്ട് ആരെടുത്തോ പൈസ വായ്പ ചോദിച്ചു. അതിനെ കരുതി ഈ ചേച്ചി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് ചാമ്പുവാണ്. എന്നിട്ട് എന്താണെന്നറിയോ? ഈ ചേച്ചി എന്താണ് ചെയ്തതെന്നറിയോ? ഈ ചേച്ചിക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് തെണ്ടുന്ന ഒരു വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു സംഭവ ബഹുലമാണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം. അതായത് ചേച്ചിയുടെ വായിൽ നിന്ന് നല്ല വർത്താനം വീഴാറില്ല. പിന്നെ ആ പൈസ തെണ്ടുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭർത്താവ് ഗൾഫിലാണ്, 5000 രൂപ അയച്ചു കൊടുക്കും, 10,000 രൂപ അയച്ചു കൊടുക്കും, തന്നില്ലെങ്കിൽ ഞാൻ അവന്റെ മറ്റേ ചുണ്ണാമണി വെട്ടും എന്നൊക്കെയാണ് ഈ ചേച്ചിയുടെ വർത്താനം. പൊന്നു മോളെ, നിന്റെ കെട്ടിയവൻ എന്ന് പറയുന്നവൻ ഗൾഫിലാണെന്നാണ് നീ പറയുന്നത്. അത് ശരിയാണ് എങ്കിൽ നിന്റെ ഈ കുത്തിക്കുഴപ്പിനുള്ള കുഴപ്പം അത് തന്നെയാണ്. അവൻ നാട്ടിലുണ്ടായിരുന്നു എങ്കിൽ നിനക്ക് ഇത്രത്തോളം ഒരു കുത്തിക്കഴപ്പ് ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ നിനക്കെതിരായിട്ട് ഒരു വീഡിയോ വന്നപ്പോ നീ അവരെ എടുത്തിട്ടങ്ങ് ഏറിക്കയറ്റാൻ നോക്കി. പൊന്നു മോളെ, സമൂഹത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും കുറിച്ച് അങ്ങോട്ട് പുതിയതായിട്ട് ഇങ്ങോട്ട് തലപൊക്കി വരുന്ന, അതായത് നീർക്കോലി തലപൊക്കുന്ന പോലെ പൊങ്ങി വന്നിട്ട് സമൂഹത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ചോ പുരുഷന്മാരെ കുറിച്ചോ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് ചാമ്പുമ്പോ നിങ്ങളുടെ ഒരു ധാരണ നിങ്ങളങ്ങ് ഏറിപ്പോവും, അല്ലെങ്കിൽ നമ്മളങ്ങ് വൈറലാവും എന്നൊക്കെ ഉള്ള ധാരണയാണ്. നീയൊക്കെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ മാന്യമായിട്ട് മനുഷ്യന്റെ അടുത്ത് സഹകരിക്കാനും സംസാരിക്കാനും പഠിക്കുക മോളെ കേട്ടോ. നിന്റെ വായിൽ നിന്ന് വീഴുന്ന ആ തീട്ട വാക്കുകളുണ്ടല്ലോ, തീട്ട വാക്കുകൾ കേട്ടോ. നീ ഇതിനകത്ത് ലൈവിൽ വന്നിട്ട് തെണ്ടുന്ന വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. നീ അതിൽ പറയുന്നുണ്ട് നിനക്ക് വാടക കൊടുക്കാൻ പൈസയല്ല, നീ കൊല്ലത്തുകാരിയാണ്. വരൂ, മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഓ എന്റെ പൊന്നു ചേച്ചി വന്നു. ആഹഹാ 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 കണ്ടോ? ഓ എന്റെ അമ്മു, ഇതെന്തോടെ വെടിയാണോ പടക്കമാണോ? എന്തോ സംഭവം? എന്തോടെ കേട്ടോ? വെടിയാണോ പടക്കമാണോ? എന്തോ ആവട്ടെ. ചിലപ്പോ ഇതിനൊക്കെ കാണുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ വെടിപൊട്ടും. കണ്ടോ? ആഹഹാ സനു ചേച്ചി, സനു സനു സനു. ഓ
തമിഴ് തെളിയുമാ? അയ്യോ ചേച്ചി വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഉം ഉം. വെള്ളം കുറെ കുടിക്കും മോളെ, വെള്ളം നീ കുറെ കുടിക്കും. പിന്നെ സമൂഹത്തിൽ ഇദ്ദേഹം നല്ല നല്ല വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് ഒരു സ്ത്രീ നടക്കുമ്പോൾ അവളെ കുലുങ്ങാൻ പാടില്ല. കുലുങ്ങുന്നത് ഭയങ്കര അബദ്ധമാണ്. ഈ കുലുങ്ങാൻ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിക്ക് അങ്ങനെ ഒരു സാധനമില്ല. നമ്മൾ ചേച്ചി ഓടിയും ചാടിയൊക്കെ നോക്കി, അങ്ങനെ കുലുങ്ങാൻ ഒരു സാധനമില്ല. മറ്റുള്ള സ്ത്രീകളെ പൊന്നാര മോളെ, നീയൊക്കെ ഒന്ന് ഓർക്കണം. നീയൊക്കെ വല്ലവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോ ഈ പൊതുസമൂഹം നിനക്കെതിരെയും വിരൽ ചൂണ്ടുമെന്ന് ആദ്യം നീ ഒന്ന് പഠിക്കണം കേട്ടോ. എവിടെ കിടന്ന ഒരു അലപരാതി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി വെച്ചിട്ട് ഈ നാട്ടിൽ കിടക്കുന്ന മറ്റുള്ള ആൾക്കാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും പോലും വെറുതെ വിടാതെ തന്തയിലാത്തരം വിളിച്ചു പറയുന്ന നിന്നെയൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. പൊന്നുമോളെ, എന്റെ ഭാര്യ എന്റെ കൂടെ അല്ല. നീ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. നീ ഇഞ്ഞ് പോരേന്നേ. അയാൾ അവിടെ കിടന്ന് ജോലി ചെയ്തിട്ട് നമുക്കൊക്കെ മിണ്ടിയും പറഞ്ഞ് അടിച്ചു പിടിച്ചൊക്കെ അങ്ങ് ജീവിക്കാം. നീ ഇഞ്ഞ് പോരെ കേട്ടോ. പിന്നെ പൈസ തണ്ടുന്ന വീഡിയോ എവിടെ കിടപ്പുണ്ടായിരുന്നല്ലേ. വാടക കൊടുക്കാൻ പാവത്തിന് പൈസ ഇല്ല. ഒയ്യോ അതാ കിടക്കുന്നു. എന്റെ പൊന്നു. പിന്നെ അതുപോലെ അവതാര പ്രവിയുടെ മൂർത്തിഭാവമായ ഒരാൾ ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ആരാണെന്ന് അറിയാമോ? നമ്മുടെ തെറിത്താത്ത. എന്തോ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ താത്ത അങ്ങോട്ട് വിളിച്ചു പറയാ. താത്ത അങ്ങോട്ട് അടിപൊളിയായിട്ട് മാർഗനിർദ്ദേശം കൊടുക്കും. ഈ താത്ത പറയുന്നതനുസരിച്ച് താത്തയുടെ ശത്രുക്കളെ അടുത്ത് ഇദ്ദേഹം കയറി അങ്ങ് മേയും. 2 മാസമേ ഉള്ളൂ വന്നിട്ട്. ചേച്ചി ഇത് പറയുന്നുണ്ട്, ഞാൻ 2 മാസം കൊണ്ട് 2500 സബ്സ്ക്രൈബർ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയെങ്കിൽ അത് എന്റെ കഴിവ് തന്നെയാണ്. പിന്നെ ഇദ്ദേഹം കുറെ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമന്റും ചെയ്തില്ലെങ്കിൽ ഇയാൾ എടുത്ത് അങ്ങ് പുറത്ത് കളയും. പുറത്ത് കളയും. കണ്ടാലും ഒരു ഞാഞ്ഞൂര് കേട്ടോ. ഒരു വായിൽ നിന്ന് വീഴുന്നതോ വിവരവും സംസ്കാരവും നിന്റെ അടുത്തൂടെ പോയിട്ടില്ല മോളെ. നാളെ നീ എനിക്കെതിരെ വീഡിയോ ചെയ്യും, ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് ഏതോ ഒരു വീഡിയോ നിന്റെ ലൈവിനകത്ത് ലൈവ് മീഡിയ ആർക്കെതിരെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞപ്പോ നീ പറയുന്നിട്ട് അതൊക്കെ പുഴു. നമ്മളെ ഈ സിനിമാ നടൻ ബാല പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ ഐറ്റത്തെ കണ്ടപ്പോ തന്നെ അങ്ങോട്ട് ചുമ വരികയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തെറിത്താത്തയാണ് അദ്ദേഹത്തിൽ നിന്ന് കണ്ട് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എങ്ങനെയുണ്ട് ഐറ്റം? എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പറ. നോ മൈൻഡ്. എന്നാ എന്റെ പൊന്നു ഐറ്റത്തിന്റെ ചിരി കണ്ട പൊന്നു മോളെ, എന്റെ പൊന്നു തമ്പുരാനെ, ഈ ഐറ്റത്തിന്റെ ചിരി ഒന്ന് കണ്ടു കൊടുത്താ മതി. എന്റെ അമ്മോ. ഓഹോ സർജറി ചെയ്ത് മാറ്റാൻ. എന്നാലും നീ എന്നോട് പറഞ്ഞു, പക്ഷെ നീ ബാംഗ്ലൂര് പോണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന സംഭവത്തിനാണ് പോണേന്ന് പറഞ്ഞു. എന്റെ മുടി കുറെ കൊഴി. അപ്പോഴേ പൊന്നുമോളെ, നിന്നെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഈ കുത്തിക്കിഴപ്പ് മാറണമെങ്കിൽ നിന്റെ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ വിളിച്ചു വരുത്തുക. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം മാർഗം നമ്മുടെ നാട്ടിലുണ്ട്. നല്ല ഒന്നാന്തരം ആംബിയറുള്ള പുരുഷന്മാരോടെ ഉണ്ട്. അതും അല്ലെങ്കിൽ വേറെ നല്ല ഒന്നാന്തരം മാർഗമുണ്ട്. മക്കൾ അതങ്ങ് സ്വീകരിക്കുക. അല്ലാതെ ഈ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെ എടുത്തിട്ട് ചാമ്പാനും ഇതിനൊന്നും നിൽക്കണ്ട കേട്ടോ. നാളെ നീ എനിക്കെതിരെ വരും. കാരണം ഞാൻ നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ നീ എനിക്കെതിരെ വരും. കാര്യം ഞാനൊരു കളവനാണ്, മറ്റവനാണ്, മറിച്ചവനാണ് നീയൊക്കെ പറയുന്നത് പറഞ്ഞ് എനിക്ക് വേണ്ട. പിന്നെ നീ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് പൊന്നുമോളെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ വേണ്ട ഇതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എനിക്കെതിരെ പറഞ്ഞാൽ എന്റെ ഇത് എവിടെ ആണെന്നറിയാമോ? തലയിലെ അല്ല, മറ്റേ അതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിവിടെ ഒരു കോപ്പും, നമ്മളെ തമിഴിൽ പറഞ്ഞാൽ മുടി അല്ല. അപ്പോ നാളെ എനിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വരിക. ഒരു 2 പേര് ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്തു, അതിനകത്ത് നീ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നീ എടുത്തിട്ട് അങ്ങ് ചാമ്പാനൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കത്തില്ല. കാര്യം നിന്നെ പോലെയുള്ള കൂത്തികളുടെ പുറകെ
നിന്റെയൊക്കെ സംസ്കാരമുള്ള കുറച്ച് ആൾക്കാർ കാണുന്നുള്ളല്ലാതെ മാന്യതയും മര്യാദയുള്ള ഒരു ആരും കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട മോളെ, കേട്ടോ. അപ്പോ നിന്റെ ലീലാവിലാസം തുടങ്ങുക. എന്റെ ലീലാവിലാസം സമൂഹത്തിന് കുറച്ചെങ്കിലും ഒരു യൂട്യൂബറോ ഏതൊരു വ്യക്തിയായാലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് ഒരല്പം കടപ്പാടും ബാധ്യതയൊക്കെ നമുക്കുണ്ടാവണം. പണം പട്ടിക്കും ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാണവും മാനവും അന്തസ്സും അഭിമാനവും അത് വേണം കുറച്ചെങ്കിലും, കേട്ടോ. ഞാൻ തരുന്ന ഉപദേശമല്ല, ഞാൻ നിന്നെ ഉപദേശിച്ചിടുന്ന ഒരു കാര്യമല്ല. 10-40 വയസ്സുണ്ടെന്ന് പറയുന്നു. പിന്നെ നിന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നീയൊക്കെ ഇനി എന്റെ ചാനൽ അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ചാലും നീ പറഞ്ഞതുപോലെ നിന്റെ തലയിലുള്ളതല്ല, കേട്ടോ. എന്റെ ഇതാണ്. കാരണം ഞാൻ ഈ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ ഇത് വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്നതല്ല. ഇത് റിപ്പോർട്ട് അടിച്ചാൽ സുരേന്ദ്രൻ അടുത്ത വീഡിയോ ചാനൽ തുടങ്ങും. അതിനകത്ത് ഇതിനേക്കാളും ക്വാളിറ്റി ആയിട്ട് സുരേന്ദ്രൻ പറയും. കാരണം നിന്നെയൊക്കെ പോലുള്ള വൃത്തികെട്ട വർഗത്തെ നമ്മൾ വെച്ച് വാഴിക്കാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നനക്കോ അല്ലെങ്കിൽ കുറെ അവളുമാർക്കൊന്നും എടുത്ത് പെരുമാറാൻ മാത്രമുള്ള ഒരു ഇതല്ല. എല്ലാ ആൾക്കാരും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എന്ത് കാര്യവും നോക്കുന്നത് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലാണ്. അവിടെയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് നിന്നെ പോലെയുള്ള കുറെ മോളുമാരുടെ അഴിഞ്ഞാട്ടമാണ്. ഞാൻ പറഞ്ഞതുപോലെ നിനക്കറിയാമല്ലോ, എടീ കൊച്ചെ, പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, തന്തയ്ക്ക് പറക്കണം. അതിന്റെ കുറവ് നിന്റെ സംസാരത്തിലുണ്ട്. നീ വളവളാന്ന് കിടന്നങ്ങ് സംസാരിക്കുന്നല്ലോ. നീയൊക്കെ എന്തൊക്കെയാണ് ഈ നാട്ടിന് വേണ്ടിയിട്ട് എന്താണ് നീ ചെയ്യുന്നത്? ഒരു പണത്തോട് മാത്രം ആർത്തി കാണിച്ച് ജീവിക്കരുത്, കേട്ടോ. ആ സനൂജ എന്ന് പറഞ്ഞ ആ സ്ത്രീ നിന്നെ എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ ഒരു പൊടി കുഞ്ഞിനെ പോലും നീ വെറും വളരെ മോശമായിട്ട് നീ സംസാരിച്ചു. അപ്പൊ നിന്റെ മക്കൾക്കെതിരെ പറയുമ്പോ നിനക്ക് അങ്ങോട്ട് കൊള്ളും, അല്ലേ? അതുപോലെയാണ് മോളെ, നീ എങ്ങനെയാണോ പ്രസവിച്ചത് അതുപോലെ തന്നെയാണ് ഓരോ സ്ത്രീകളും മക്കളെ പ്രസവിച്ച് വളരെ കഷ്ടപ്പെട്ട് ഓരോ പ്രതീക്ഷയോടുകൂടി വളർത്തുന്നത്. അവർക്കെതിരെ അവതാരം പിന്നെ ഈ വളരെ മോശമായിട്ട് പറയുമ്പോ ഈ പൊതുസമൂഹം കേട്ടിരിക്കുവോ? ഇനി നാളെ തന്നെ രാവിലെ നേരം വിളിക്കുന്ന മുമ്പേ സുരേന്ദ്രനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് വാ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ യൂട്യൂബായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ പണിയുണ്ട്. യൂട്യൂബ് അപ്ലോഡ് ചെയ്തു, കാണുന്നവർ കാണും, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും, ഞാൻ എൻ്റെ വഴിക്കൊക്കെ പോകും. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. സനൂജ ചേച്ചി എനിക്കെതിരെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, നമ്മുടെ നാക്ക് തന്നെ കൊഴുത്തു പോകും. കാരണം ഇങ്ങനെയുള്ള അലവലാദികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ, കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.